ഒരിക്കൽ പോലും എന്റെ മുഹമ്മദ് ഒരു ഭക്ഷണത്തെയും കുറ്റപ്പെടുത്തിയിരുന്നില്ല. ഒരു വറ്റ് ചോറ് പോലും എന്റെ റസൂല് കളഞ്ഞിട്ടില്ല. എന്റെ റസൂൽ ഒരാളെ മുഖത്തടിച്ചിട്ടില്ല. എന്റെ റസൂൽ ഒരാളെ തെറി വിളിച്ചിട്ടില്ല. എന്റെ റസൂൽ അട്ടഹസിച്ച് കരഞ്ഞിട്ടില്ല. എന്റെ റസൂൽ അട്ടഹസിച്ച് പൊട്ടിച്ചിരിച്ചിട്ടില്ല. എന്റെ റസൂൽ വയറു നിറയെ ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്റെ റസൂൽ അഹങ്കാരത്തോടുകൂടി നടന്നിട്ടില്ല. എന്റെ റസൂൽ പൊന്നുമോളെ കല്യാണം ആഡംബരത്തോടുകൂടി നടത്തിയിട്ടില്ല. എന്റെ റസൂൽ കള്ളു കുടിച്ചിട്ടില്ല. എന്റെ റസൂൽ വ്യഭിചരിച്ചിട്ടില്ല. എന്റെ റസൂല് കള്ളം പറഞ്ഞിട്ടില്ല. എന്റെ റസൂല് അസഭ്യം പുലമ്പിയിട്ടില്ല. എന്റെ റസൂല് ആവശ്യമില്ലാത്ത ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടില്ല. ആവശ്യമില്ലാത്തൊരു സംസാരം 63 കൊല്ലത്തിനിടെ ഒരൊറ്റ വാക്ക് പോലും ഒഴിഞ്ഞിട്ടില്ല. നൂറ് മുഹമ്മദേ, പരിശുദ്ധ നൂറേ മുഹമ്മദ് മുസ്തഫ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉള്ളു ചുകന്ന വെള്ള നിറം നബി, നീണ്ടവരല്ല അറിവിൻ അല്ല കുറിയവർ നല്ല തടി മുഖം വട്ടനിലാവേ. അതിയമൈത്തേ ആണും പെണ്ണിൽ അക്കലറിവായേ ഇസ്ലാം ആയവരളവില്ല ആവശ്യമറിവതു വാജിബദായേ വാജിബദായേ. ശുദ്ധമായ ഖുർആന്റെ ഒരായത്ത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലിസ്സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറഹ. ശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല നമ്മളോട് പറഞ്ഞ ചില കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ, വിശ്വാസികളുടെ സംസാരത്തെ അല്ലാഹു സുദൃഢമാക്കിയിരിക്കുന്നു, സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. ആ സാബിത്തായ ഖൗലിനെ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ദുനിയാവിലും നാളെ ആഖിറത്തിലും അല്ലാഹു സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. ഈ ആയത്ത് കൊണ്ട് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതിന്റെ തഫ്സീറുകൾ പരിശോധിക്കുമ്പോൾ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ദുനിയാവിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്താണോ സംസാരിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ മരണസമയത്തും സക്കറാത്തിന്റെ വേളയിലും നമ്മുടെ നാവിൽ വരിക. നമ്മളെല്ലാവരും ദുആ ചെയ്യാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. ആഖിബത്ത് നന്നായിട്ട് മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. പക്ഷേ മരണത്തിന് മുമ്പുള്ള നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അബോധാവസ്ഥ, നമ്മൾ ഈ ദുനിയാവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു റിലേ കട്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാവിൻ തുമ്പിൽ എന്താണ് വരുന്നത് നമുക്കറിയാത്തൊരു സാഹചര്യമുണ്ട് ഈ മരണത്തിന് തൊട്ട് മുമ്പൊക്കെ. ചില ആളുകൾ വിളിക്കും മോനെ മോനെ എന്ന് വിളിക്കും. ചില ആളുകള് അല്ലോ അല്ലോ എന്ന് വിളിക്കും. പല രീതിയിൽ പ്രകടമാകാറുണ്ട് ഈ മരണത്തിന് തൊട്ടു മുമ്പുള്ള സമയം. ശുദ്ധമായ ഖുർആന്റെ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത് യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു, വിശ്വാസികളായ ആളുകളെ അള്ളാഹു സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു ബിൽ ഖൗലി സാബിത്ത്, സാബിത്തായ ഖൗല് കൊണ്ട്, ഉറച്ച ഒരു വർത്തമാനം കൊണ്ട്. എവിടെ? ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനം ഉൾപ്പെടെ പഠിക്കണം. നമ്മൾ എന്താണോ ദുനിയാവിൽ കൂടുതൽ സംസാരിക്കുന്നത് ആ സ്ഥിരപ്പെട്ട പറഞ്ഞ് പദം വന്ന് നമ്മുടെ കൽബിൽ ഉറച്ച ഒരു സംസാരമാണ് നമ്മെ മരണത്തിന് തൊട്ടു മുമ്പ് നമ്മുടെ നാവിന് തുമ്പിൽ വരിക എന്നാണ്. ഈ ഹിപ്നോട്ടിസം ചെയ്യുന്ന ഡോക്ടർമാരും അവരൊക്കെ നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കും. നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലുള്ള നമ്മുടെ അബോധാവസ്ഥയിലുള്ള ചില കാര്യങ്ങളെ ബോധ മനസ്സിലോട്ട് കൊണ്ടുവന്ന് നമ്മളെ സംസാരിപ്പിക്കും. ഇത് ഹിപ്നോട്ടിസാണ്. ഇതുപോലെ ഈ ഹിപ്നോട്ടിസം ടെക്നോളജിയാണ് അസ്റായിൽ റൂഹ് പിടിക്കാൻ വരുമ്പോ, റൂഹ് പിടിക്കുന്ന സമയത്ത് ആ സക്കറാത്തിന്റെ വേളയിൽ നമ്മുടെ കൽബിന്റെ ഉള്ളിൽ എന്താണോ നമ്മൾ കൂടുതൽ പറഞ്ഞതും പാടിയതും ചൊല്ലിയതും ഒക്കെ നമ്മുടെ താവിൻ തുമ്പിൽ വരും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ.
മരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് വെറുതെ പറയല്ല, വിശുദ്ധമായ ഖുർആന്റെ തഫ്സീറിൽ നമുക്ക് കാണാം, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. എടോ, നാം സ്ഥിരം പറഞ്ഞും പാടിയും പുകഴ്ത്തിയും സന്തോഷിച്ചും നമ്മൾ സംസാരിച്ചതുമേ അവസാനം അസ്റായീൽ റൂഹ് പിടിക്കുമ്പോ നമ്മുടെ നാവിൻ തുമ്പിൽ വരുള്ളൂ. പെട്ടെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ പറ്റൂല. ഈ ആയത്ത് വെച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നു, നമ്മൾ ഒരു മൗലിദ് ഓതുന്നതിന്റെ, നമ്മൾ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ, നമ്മൾ ദിക്റും സ്വലാത്തുകളൊക്കെ ചൊല്ലുന്നതിന്റെ ആ വ്യക്തമായ ആ സംസാരങ്ങളുടെ, ആ ദിക്റുകളുടെയും ഖുർആൻ പാരായണങ്ങളുടെയും മർമ്മപ്രധാനമായ ലക്ഷ്യം എന്തെന്നറിയോ? നാളെ ഖബറിന്റെ ഉള്ളിൽ എന്നെയും നിങ്ങളെയും കൊണ്ടുവച്ചിട്ട് എല്ലാവരും പിന്തിരിഞ്ഞങ്ങ് പോകുമ്പോ മലക്കാനി അസ്റകാനി അസ്വദാനി, നീലക്കണ്ണുള്ള, നല്ല നീലക്കണ്ണുള്ള കറുകറുത്ത രണ്ട് രൂപങ്ങള്, അവരുടെ മുടിയോ കാൽപാദത്തിന്റെ അത്രയും വരെയുണ്ട്. അവർ വന്നിട്ട് 2-3 ചോദ്യങ്ങൾ ചോദിക്കും. ഒന്നാമത്തെ ചോദ്യം, മൻ റബ്ബുക, നിന്റെ റബ്ബാരാൻ? വമൻ നബിയുക, നിന്റെ നബിയാരാൻ? ഈ ചോദ്യം ദുനിയാവിൽ 2025 ഈ സുന്ദരമായ ജുമായുടെ വേളയിൽ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഭംഗിയായിട്ട് പറയും, അല്ലാഹു റബ്ബി മുഹമ്മദുൻ നബി. പക്ഷേ ഖബറിന്റെ ഉള്ളിൽ കൊണ്ടുവെക്കുമ്പോൾ ഇത് പറയണമെങ്കിൽ നമ്മൾ ചില തയ്യാറെടുപ്പുകൾ എടുക്കണം. അതാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. മൻ റബ്ബുക, നിന്റെ റബ്ബാരാ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു എന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റണമെങ്കിൽ അല്ലാ 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 എന്ന് ദുനിയാവിൽ എപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞേക്കണം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. എല്ലാവർക്കും പറയാൻ പറ്റൂല. അവിടെ പരാജയപ്പെട്ടാൽ പിന്നെ അങ്ങട്ടങ്ങ് പരാജയമാണ്. നിങ്ങൾ നോക്കി, ഇതിന്റെ തഫ്സീർ ഇമാം റാസി തങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്, ഐ ബിൽ ഖൗലി സാബിത്തില്ലദീ കാന യസ്ദുറു അൻഹും ഹാല മാ കാനൂ ഫിൽ ഹയാത്തിദ് ദുനിയാ ഇന്നമാ സബതഹും ഫിൽ ഖബരി ബിസബബി മുവാലബതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. മുവാലിബായി വന്ന ദുനിയാവിൽ നമ്മൾ നിത്യമായി ചൊല്ലിക്കൊണ്ടിരുന്ന വാക്കാണ് എവിടെ വരുള്ളൂ? ഖബറിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ 5 വക്ത് നിസ്കരിച്ചത് കൊണ്ടോ, കുറച്ചൊക്കെ അങ്ങോട്ട് സൂക്ഷിച്ച് ജീവിച്ചു, എല്ലാം അങ്ങോട്ട് സൂക്ഷിക്കാൻ പറ്റുമോ? കുറെയൊക്കെ അങ്ങോട്ട് സൂക്ഷിച്ച് ജീവിച്ചു, ഇതൊക്കെ ഇത്രയൊക്കെ പഠിച്ചു നോക്കിയോളൂ എന്ന് പറയുന്നവരോടാ പറയണത്. നമ്മളെ കൂടുതൽ പേരുടെ സംസാരം അങ്ങനെയാണ്. മറുപടി പറയാൻ പറ്റൂല. പെട്ടു, അവിടെ പെട്ടാൽ പിന്നെ അങ്ങോട്ടങ്ങ് പെട്ടു. അള്ളാഹു നോക്കി ഈമാൻ തരുമാറാവട്ടെ. കുറെയൊക്കെ നിസ്കരിച്ചു, കുറെയൊക്കെ ദിക്റിൽ അത്രയൊക്കെ ചെയ്തോളൂ. പോരാ, നീ ഫുള്ള് ചെയ്യണം. കുറച്ച് ചെയ്തിട്ട് കുറച്ചങ്ങോട്ട് ഖബറിൽ പോയി ചെയ്യാൻ അള്ളാഹ് അവസരം തരൂല. ഇവിടെ നീ കംപ്ലീറ്റ് ആക്കാനാണ് നിന്റെ ജീവിതം. ഞാൻ പറഞ്ഞു വരാണ് അങ്ങട്ട്. അതുകൊണ്ടാണ് നിത്യമായിട്ട് നമ്മൾ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലാനുള്ളത്. അതുകൊണ്ടാണ് വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്ന മഹാന്മാരായ പണ്ഡിതന്മാരിൽ ചേലക്കുളം അബുൽ ബുശ്റ ഉസ്താദ് എന്ന മഹാപണ്ഡിതൻ, ആ ചേലക്കുളത്ത് വഫാത്താകുന്ന സമയത്ത് അദ്ദേഹം അവസാനമായി പറഞ്ഞ വാക്ക് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നാണ്. ചോദിച്ചപ്പോ മക്കൾ പറയും, വാപ്പാക്ക് ഇത് പറയാനേ നേരമുണ്ടായിരുന്നുള്ളൂ. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയുന്നതിന്റെ പ്രസക്തി നമ്മൾ തിരിച്ചറിയണം. ചില വ്യക്തമായ കാര്യങ്ങൾ സഹോദരങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെ പറയുന്നു, ഫിൽ ഹയാത്തിദ് ദുനിയാ, ദുനിയാവിൽ നിനക്ക് ആ കാര്യം നിന്റെ വായിൽ വരും. വഫിൽ ആഖിറ, ആഖിറത്തിലും നിനക്കത് പറയാൻ പറ്റും. നീ പാടിപ്പതിഞ്ഞതാണെങ്കിൽ, നീ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അതങ്ങ് ഉറച്ചു പോയെങ്കിൽ. കൊച്ചു കുഞ്ഞുങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പദ്യത, തിങ്കളും താരങ്ങളും തുവള്ളി കതിർ ചിന്നും. ആ പാട്ടിങ്ങനെ പാടിക്കൊടുക്കണം. എന്തുകൊണ്ടാ? കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെ പതിയും. അത് വലുതായാലും മറക്കൂല. കുഞ്ഞിളം ഹൃദയങ്ങളിൽ ചില പാട്ടുകൾ അവർ വലുതായാൽ നമ്മൾ പറയാം കുഞ്ഞുനാളിൽ പഠിച്ച കവിതയാണെന്ന് പറയാൻ. എന്തുകൊണ്ടാണ്? നമ്മുടെ ഹൃദയത്തിൽ അത് പതിഞ്ഞു സഹോദരങ്ങളെ. അതുകൊണ്ട് മൻ റബ്ബുക വമൻ നബിയുക എന്ന് ചോദിക്കുമ്പോ മറുപടി പറയണോ? അള്ളാനെ തിരിച്ചറിയണം. അല്ലാ 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 എന്ന് നാവിൽ വരണം. ഒരു ദിവസം 24 മണിക്കൂറിൽ എത്ര പ്രാവശ്യം അള്ളാന്ന് പറയും? ഹോസ്പിറ്റലിലെ ക്യാൻസർ സെന്ററിൽ പോയി നോക്കിയാൽ വേദന കൊണ്ട് അല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും.
സുഖത്തിലും സന്തോഷത്തിലും ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും എപ്പോഴാ പ്രിയപ്പെട്ടവരെ അള്ളാഹ് പറയാൻ സമയം? എപ്പോഴാ റസൂലുള്ളാഹിനെ പറ്റി പറയാൻ സമയം? സമയം കുറവായതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞാനും നിങ്ങളും സംസാരിക്കുന്ന ബിസിനസിന്റെ കാര്യങ്ങളായിരിക്കും സക്രാത്തിന്റെ വേള വരിക. മുഫസ്സിരീങ്ങൾ പറയുന്നു, ഹയാത്തി ദുനിയ എന്ന് പറഞ്ഞാൽ യഅനി ഖബ്ലൽ മൗതി, മരണത്തിന് തൊട്ടു മുമ്പുള്ള ആ സമയം. മരണത്തിന് തൊട്ടു മുമ്പുള്ള സമയം, അസ്രായേൽ ആ തള്ള വിരലിൽ നിന്ന് റൂഹ് ഇങ്ങനെ പിടിക്കുന്ന ആ സമയം മുതൽ നമ്മുടെ മൈൻഡ് പോവും, മൈൻഡ് കട്ടാവും, റിലേ കട്ടാവും, നമ്മളെ ബോധം പോവും, കണ്ണുമറിയും. അപ്പോഴും ചില ആളുകൾക്ക് പറയാൻ പറ്റും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദ ലാസ്റ്റ് വേർഡ് ആണ് മൻ കാന ആഖിറു കലാമിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്ത് കടന്നു എന്നാണ്, അവന് പാസ് കിട്ടിയെന്നാണ്. എന്റെ നിങ്ങളെ അവസ്ഥ എന്താ ഒന്ന് ചിന്തിക്കേ. അതുകൊണ്ടാണ് മഹാന്മാര് പറയുന്നത്, അള്ളാഹുവിനെ പറ്റി പറയുന്ന ഇടത്തുനിന്ന് എഴുന്നേറ്റ് പോകരുത്, നിങ്ങൾക്ക് മടുപ്പ് തോന്നരുത്. ഖുർആൻ കുറെ ഇങ്ങനെ കേൾക്കുമ്പോ എന്തോ ഇതിങ്ങനെ ഓതുന്നത് കുറെ നേരമായല്ലോ, നിർത്താറായില്ലേ എന്ന് ചോദിക്കരുത്. റസൂലുള്ളാഹിന്റെ മദ്ഹും മൗലിദും നടക്കുന്ന മജ്ലിസിന്റെ ഉള്ളിൽ നിന്ന് മനുഷ്യരെ എഴുന്നേറ്റ് പോകരുത്, അത് അപകടമാണ്. റസൂലുള്ളാഹിനെ കുറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഖബറിന്റെ ഉള്ളിൽ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് കേട്ടോ, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളുടെ പേരാ പറഞ്ഞ, റബീഉൽ അവ്വൽ ഒന്ന് ഉറക്കങ്ങട്ട് സ്വലാത്ത് പറ. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഇന്നൽ അബ്ദ, ശ്രദ്ധയോടെ ഒന്ന് കേൾക്കണേ ഈ ഹദീസ്, ഇന്നൽ അബ്ദ ഇദാ വുളിയ ഫീ ഖബ്രിഹി, ഒരു അടിമയെ ഖബറിന്റെ ഉള്ളിൽ ഇറക്കി വെക്കപ്പെട്ട് കഴിഞ്ഞാൽ പലകയെല്ലാം അങ്ങ് മൂടിയിട്ട് മണ്ണ് വാരിയിട്ട് ജനങ്ങൾ അങ്ങ് പിരിഞ്ഞു പോകുന്നൊരു സമയമുണ്ട്. വാപ്പയും പോകും, മക്കളും പോകും, കൂട്ടുകാരും പോകും. അവൻ നടന്നു പോകുന്ന ചെരുപ്പിന്റെ കാലടി ശബ്ദം അവൻ കേൾക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. വല്ലാത്തൊരവസ്ഥയാണ്. എല്ലാവരും പോയി, ഒറ്റയ്ക്കാകുന്ന ആദ്യത്തെ അവസ്ഥയാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഇന്നഹു ലയസ്മഉ ഖർഅനിആലിഹിം, ആ നമ്മളെ മക്കളൊക്കെ നമ്മളെ കബറക്കിയിട്ട് നടന്നു പോവില്ലേ, അവരെ ചെറുപ്പിങ്ങനെ അവന്റെ കാലിങ്ങനെ അടിക്കുന്ന ഈ ശബ്ദം കബറിൽ കിടന്നവൻ കേൾക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അവൻ പൊട്ടിക്കരയുന്ന രംഗമാണ്. അതാഹു മലക്കാൻ, അവരങ്ങ് പോയിട്ട് കബറങ്ങ് ഒറ്റയ്ക്കാകുമ്പോ. അതുകൊണ്ടാണ് മയ്യത്ത് നിസ്കാരത്തിന്റെ വേളയിൽ ഞാൻ പോലും പലപ്പോഴും പറയണത്, മയ്യത്ത് കൊണ്ട് കബറടക്കിയിട്ട് പെട്ടെന്ന് നിങ്ങൾ പോയിക്കളയല്ലേ, ഒരു 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 ഒട്ടകത്തെ അറുത്ത് വിതരണം ചെയ്യുന്ന സമയം വരെ അവിടെ നിൽക്കണമെന്നാണ്. ഒരു ഒട്ടകത്തെ അറുത്ത് വിതരണം ചെയ്യണമെങ്കിൽ എത്ര നേരം എടുക്കും? ഒരു 1/4 മണിക്കൂർ വേണ്ടി വരൂല. അത്രയും സമയം നീ ആ കബറിന്റെ അവിടെ ഒന്ന് നിന്നു കൊടുക്ക്, അവനക്കൊരു ആശ്വാസമാവട്ടെ. ഉസ്താദ് ഫാത്തിഹ ഒരു ദുആ ചെയ്ത് പോയാലും ഖത്തീബിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, നിങ്ങൾ കുടുംബക്കാരവിടെ നിൽക്ക്, ഒരു യാസീൻ ഓതടോ, എടോന്നൊരു സൂറത്തുൽ മുൽക്ക് ഓതടോ. നിന്റെ വാപ്പ അല്ലേ, നിന്റെ ഉമ്മ അല്ലേ, നിന്റെ കൂടപ്പിറപ്പല്ലേ. ആകെ വെള്ളിയാഴ്ച ഇങ്ങ് വരും അവർ കാണാൻ വേണ്ടിയിട്ട്. എല്ലാ ദിവസവും വന്ന് നോക്കിയാ എന്താ, നിന്റെ ഉപ്പാനെ നിന്റെ ഉമ്മാനെ, അവർക്ക് എന്താ ആശ്വാസം എന്നറിയോ? ഇത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മലക്ക് വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയോ? ഫയുഖഇദാനിഹി, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ. ഫയഖൂലാനി, രണ്ടുപേരും അവനോട് ചോദിക്കും, മാ കുന്ത തഖൂലു ഫീ ഹാദർ റജുലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പുരുഷൻ അവിടെ വന്ന് നിൽക്കും. ആരാ പറയുന്നത്? മുത്തുനബി തങ്ങളാ പറയുന്നത്. ഖബറിന്റെ ഉള്ളിലെ അവസ്ഥയാണ്. മുത്തുനബി തങ്ങൾ ഖബറി വന്ന് നിൽക്കുമ്പോ നമ്മളെ മുന്നിൽ റസൂലുള്ളാഹിനെ പ്രത്യക്ഷപ്പെടുത്തുന്നതാണ്. ഫോട്ടോയല്ല, റസൂലുള്ള, സാക്ഷാൽ റസൂലുള്ളാഹിനെ പറ്റിയ മുഹദ്ദിസീങ്ങൾ പറയാ. ചില ആളുകൾ രൂപമൊന്നും പറയുന്നുണ്ട്. എന്തായാലും റസൂലുള്ളാഹിനെ അവിടെ നിർത്തിയിട്ട് ഈ മലക്കുകൾ ചോദിക്കും, മാ കുന്ത തഖൂലു ഫീ ഹാദർ റജുൽ, ഈ മനുഷ്യനെ പറ്റിയിട്ട് നിനക്കെന്താണ് പറയാനുള്ളത്, നിനക്കെന്താണ് പറയാനുള്ളത്? ഖബറിലെ രണ്ടാമത്തെ ചോദ്യമാണ്. ഫഅമ്മൽ മുഅ്മിനൂ, മുഅ്മിനായ മനുഷ്യൻ പറയുന്നതാണ്. റസൂലുള്ളാഹിനെ പറ്റി പഠിച്ച, ആ
ആരാ നബിതങ്ങളെന്ന് പഠിച്ച മക്കയിൽ ഭൂജാതനായ റസൂലുള്ളയാ, മദീനയിലാ വഫാത്തായത്. അബ്ദുള്ളാടെ പൊന്നുമോനാണ്, ആമിന ബീവിയുടെ പ്രിയപ്പെട്ട പൊന്നുമോനാണ്. അത് മുത്തുനബി ഖദീജ ബീവിയുടെ പ്രിയപ്പെട്ട ഭർത്താവാണ്. അത് ഫാത്തിമ ബീവിയുടെ പൊന്നുപ്പയാണ്. അത് ലോകത്തിന്റെ അധ്യാപകനാണ്. അത് ഈ പ്രപഞ്ചം പടക്കപ്പെടാൻ കാരണഭൂതരാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹിനെ പാടുന്ന സ്ഥലത്തവൻ മാറിയിട്ടില്ല. അവൻ മൗലിദിന്റെയും മദ്ഹിന്റെയും സദസ്സിൽ നിന്ന് ഒഴിവായിട്ടില്ല. അവൻ അതെന്ന് പറഞ്ഞാൽ അവന്റെ വികാരമായിരുന്നു. റസൂലുള്ളാഹിനെ കേൾക്കുമ്പോഴേ കണ്ണങ്ങ് നിറയുമായിരുന്നു. ആ മുഅ്മിനായ മനുഷ്യൻ മലക്കുകളോട് പറയുമത്രേ, അശ്ഹദു അന്നഹു അബ്ദുല്ലാഹി വറസൂലുഹു. ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, അത് അല്ലാഹുവിന്റെ അടിമയാണ്, മാത്രമല്ല വറസൂലുഹു, ആ അല്ലാഹുവിന്റെ റസൂലാണ്. അങ്ങനെ പറയണമെങ്കിൽ എടോ ഒറ്റയ്ക്ക് കിടക്കുന്ന ഖബറിന്റെ ഉള്ളിൽ ഭയാനകമായ ഭീതിയുള്ള രൂപത്തിൽ വരുന്ന മലക്കിന്റെ മുമ്പിൽ നിനക്കത് പറയണമെങ്കിൽ റസൂലുള്ള ആരാണെന്നറിയണേ. ഉള്ളു ചുകന്ന വെള്ള നിറം നബി, നീണ്ടവരല്ല അറിവിൻ അല്ല കുറിയവർ, നല്ല തടി മുഖം വട്ടനിലാവേ, അതിയമൈത്തേ ആണും പെണ്ണിൽ അക്കലറിവായേ ഇസ്ലാം, ആയവരളവില്ല ആവശ്യമറിവതു വാജിബദായേ വാജിബദായേ. പഴയ ഉസ്താദന്മാര് പാടിപ്പതിച്ച പാട്ടാണിത്. റസൂലുള്ളാഹിനെ പറ്റിയിട്ട്, റസൂലുള്ളാഹിന്റെ ഉപ്പയെ പറ്റിയിട്ട്, റസൂലുള്ളാഹിന്റെ ഉമ്മയെ പറ്റിയിട്ട്, റസൂലുള്ളാഹിന്റെ വാപ്പാരാ, മക്കളാരാ, ഭാര്യയാരാ പഠിക്കൽ എന്റെയും നിങ്ങളുടെ മേൽ വാജിബാണ്. വാജിബ് എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്. നമുക്കറിയോ റസൂലുള്ളാഹിനെ പറ്റിയിട്ട് ഒരു അമുസ്ലിം എന്ന് ചോദിച്ചാൽ എൻ്റെ റസൂലുള്ള എങ്ങനെയായിരുന്നു, എൻ്റെ ഹബീബിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു, എൻ്റെ റസൂലുള്ള എങ്ങനെയാണ് നടന്നത്, എൻ്റെ റസൂലുള്ള എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചത്, എൻ്റെ റസൂലുള്ള എങ്ങനെയാണ് മുടി ചീകിയത്, എൻ്റെ റസൂലുള്ള എങ്ങനെയാണ് വസ്ത്രം ധരിച്ചത്, എൻ്റെ റസൂലുള്ള എങ്ങനെയാണ് സംസാരിച്ചത്, എൻ്റെ റസൂലുള്ള എങ്ങനെയാണ് ചിരിച്ചത്, എൻ്റെ റസൂലുള്ള എങ്ങനെയാ കരഞ്ഞത് പറയാൻ പറ്റുമോ മുസ്ലിമേ? പേരുകൊണ്ട് OBC മുസ്ലിമായ എനിക്കും നിങ്ങൾക്കും ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല, കാരണം പഠിച്ചിട്ടില്ല. പഠിക്കാത്തവർക്കുള്ള മറുപടി ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മങ്കുസ് മൗലിദിൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എഴുതി വെച്ചത് പഠിച്ച് മനസ്സിലാക്കിയിട്ട്, ഒരു വെറുതെ എഴുതി വെച്ചതല്ല. അന്ത ഉമ്മുൻ അമ്മബൂ മാറ ഐനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. നബിതങ്ങളെ പറ്റി എങ്ങോട്ട് മനസ്സിലാക്കി പഠിച്ചിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു. ഉമ്മയോ അത് വാപ്പയോ അവരിലായിട്ടാരുമേ ഇല്ല തങ്ങളെ പോലെയാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയെക്കാൾ എനിക്ക് പ്രേമമാണ്. അത് പഠിച്ച സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അല്ല, സാക്ഷാൽ അല്ലാഹുവിന്റെ റസൂലിനെ നേരിട്ട് കണ്ട സ്വഹാബത്ത് എഴുതി വെച്ചത് എങ്ങനെയെന്നറിയോ? വ അഹ്സനു മിൻക ലം തറഖത്തു ഐനി വ അജ്മലു മിൻക ലം തലിദിൻ നിസാഉ. എന്തൊരു ഭംഗിയാ നബിയേ, എന്തൊരു അഴകാ നബിയേ, എന്റെ കണ്ണങ്ങയെ പോലെ സൗന്ദര്യമുള്ളൊരു മനുഷ്യനെ കണ്ടിട്ടില്ല യാ റസൂലല്ലാഹ്. വ അജ്മലു മിൻക ലം തറഖത്തു ഐനി. അങ്ങയെപ്പോലെ ഗ്ലാമറുള്ള, സൗന്ദര്യമുള്ള, ആഢ്യത്വമുള്ള, പവറുള്ള, പേഴ്സണാലിറ്റി ഉള്ള ഒരു മനുഷ്യനെ ഈ പ്രപഞ്ചത്തിൽ ഒരു ഉമ്മയും പെറ്റിട്ടില്ല നബിയേ, ഒരു ഉമ്മയും പെറ്റിട്ടില്ല നബിയേ. കണ്ട സ്വഹാബി എങ്ങനെയാണോ റസൂലുള്ള ജീവിച്ചത് അങ്ങനെ ജീവിച്ച സ്വഹാബി. ഇതാണ് റസൂലുള്ളാഹിനെ പഠിക്കണം, പറയണം, പാടണം, പുകഴ്ത്തണം. അവരെ പോലെ പുകഴ്ത്താൻ എന്നെയും നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഖുലിഖ്ത മുബറഅം മിൻ കുല്ലി ഐബി കഅന്നക ഖുലിഖ്ത കമാ തശാഉ. ഒരു
കണ്ണിന്, കാതിന്, മൂക്കിന്, ചുണ്ടിന്, കവിളിന്, ശരീരത്തിന്. അതാ പറഞ്ഞത് നല്ല കൂറി അവർ നല്ല തടിമുഖം ഒറ്റ നിലാവേ. സൂര്യന് പ്രകാശം കിട്ടിയത് ഈ മുത്തുനിബിതങ്ങളിൽ നിന്നുമാണ്. ചന്ദ്രന് പ്രകാശം കിട്ടിയതും ഈ മുത്തുനിബിതങ്ങളിൽ നിന്നുമാണ്. ആ ഹബീബായ തങ്ങളാ പറഞ്ഞത് അനമിന്നൂരില്ല, ഞാൻ അള്ളാന്റെ പ്രകാശത്തിൽ നിന്നുമാണ്. വകുല്ലു ശൈഇൻ മിൻ നൂരി, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും താരാപരങ്ങളും ഗാലക്സികളും സർവ്വതും പടക്കപ്പെട്ടത് ഈ മുഹമ്മദിന്റെ പ്രകാശത്തിൽ നിന്നുമാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. പഠിക്കണം നമ്മൾ ആ റസൂലുള്ളാനെ, അറിയണം റസൂലുള്ളാനെ. അറിയാത്തവരോ, ഇത് കേൾക്കുമ്പോ അരോചകത്വം തോന്നുന്നവരോ അവരോടും ചോദിക്കും, നിങ്ങൾക്കറിയുമോ ഈ മനുഷ്യനെ? ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബിതങ്ങൾ ചോദിക്കുന്നു, മുത്തുനബിതങ്ങൾ പറയുന്നു, മുത്തുനബിതങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ട് മുൻകർ നക്കീർ ചോദിക്കും, നിങ്ങൾക്കറിയുമോ ഈ മനുഷ്യനെ? ലാദിരി, എനിക്കറിയില്ലല്ലോ. മുസ്ലിമാണ് പറയുന്നത്, ഉമ്മത്തിൽപ്പെട്ടവനാണ് പറയുന്നത്. എനിക്കറിയില്ല. ലാദിരി കുന്തു അഖൂലു കമാ യഖൂലുൻ നാസ്. ജനങ്ങളൊക്കെ പറഞ്ഞിരുന്നു മുഹമ്മദുണ്ട് എന്ന്, ഞാനും പറഞ്ഞു മുഹമ്മദുണ്ട് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾ പറഞ്ഞു സത്യസന്ധനാണ്, ഞാനും അങ്ങോട്ട് പറഞ്ഞു. അല്ല, കൂടുതൽ അങ്ങ് ഇറങ്ങിയിട്ടില്ല. മലക്കുകൾ പറയുന്നത് എന്തെന്നറിയോ? ലാ ദറൈത വലാ തലൈത, ഈ മനുഷ്യനെ പറ്റിയിട്ട് നീ അറിഞ്ഞിട്ടില്ല. വലാ തലൈത, ഈ മനുഷ്യനെ പറ്റിയിട്ട് നീ പഠിച്ചിട്ടില്ല, പാടിയിട്ടില്ല, ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. സുമ്മ യുളറബു ലർബതൻ ബൈന ഉദ്നൈ, അവന്റെ രണ്ട് ചെവിക്കുറ്റിയുടെ ഇടയിൽ നോക്കിയിട്ട് ആഞ്ഞൊരടി അങ്ങ് കൊടുക്കുകയാണ്. ഫയസിഹു സൈഹാ, ഒരട്ടഹാസം അവനങ്ങ് മുഴക്കുന്നു. ചെവിക്കന്നെ നോക്കി ഒരൊറ്റ അടി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മളെ നേരിടേണ്ട ഒരു പ്രതിസന്ധി ഘട്ടമാണ്. പ്രതിസന്ധി എന്ന് പറഞ്ഞാലോ അതിശക്തമായ പ്രതിസന്ധി. റസൂലുള്ളാഹിനെ പറ്റി അറിയണം, പഠിക്കണം, പറയണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, സാക്ഷാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉസ് സുന്ന എന്നറിയപ്പെടുന്നു. മുത്തബിഉസ് സുന്ന, റസൂലുള്ളാഹി എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ. ഒരു ദിവസം നടന്നു പോകുന്ന വഴിയിൽ വെറുതെ ഇങ്ങനെ കുനിഞ്ഞങ്ങ് പോയി, വെറുതെ അങ്ങോട്ട് കുനിയാണ്. അപ്പൊ ചോദിച്ചു, എന്താ ഇബ്നു ഉമർ നിങ്ങൾ ഇവിടെ കുനിഞ്ഞു പോകുന്നത്? അത് റസൂലുള്ളാഹി നടന്നു പോകുന്ന അന്ന് ഇവിടെ ഒരു മരം നിപ്പുണ്ടായിരുന്നു, റസൂലുള്ളാഹി അന്ന് കുനിഞ്ഞാ പോയത്, അതുകൊണ്ട് ഞാനും കുനിഞ്ഞു പോയി. അവര് റസൂലുള്ളാഹി കുനിഞ്ഞു, ഞാനും കുനിയും. റസൂലുള്ളാഹി നടന്ന് ഞാനും നിൽക്കും. റസൂലുള്ളാഹി ചിരിച്ചതുപോലെ ഞാനും ചിരിക്കും. റസൂലുള്ളാഹി ഫുഡ് കഴിച്ചതുപോലെ ഞാൻ ഫുഡ് കഴിക്കും. എങ്ങനെ? 3 വിരൽ കൊണ്ട് 3-1 കഴിച്ചു. നെരിയാണിക്ക് മുകളിൽ വസ്ത്രം നിർത്തി, മീശയോ വെട്ടി ഒതുക്കിയിട്ട് ദാടി നീണ്ടു വെള്ളത്തി നീളം വസ്ത്രം ധരിച്ചു. പലപ്പോഴും വെള്ള വസ്ത്രധാരിയായിരുന്നു റസൂലുള്ളാഹി. ആരെ മുഖത്ത് നോക്കിയാലും പുഞ്ചിരിക്കുമായിരുന്നു മുഹമ്മദ് മുസ്തഫ. ഒരിക്കൽ പോലും എന്റെ മുഹമ്മദ് ഒരു ഭക്ഷണത്തെയും കുറ്റപ്പെടുത്തിയിരുന്നില്ല. ഒരു വറ്റ് ചോറ് പോലും എന്റെ റസൂല് കളഞ്ഞിട്ടില്ല. എന്റെ റസൂൽ ഒരാളെ മുഖത്തടിച്ചിട്ടില്ല. എന്റെ റസൂൽ ഒരാളെ തെറി വിളിച്ചിട്ടില്ല. എന്റെ റസൂൽ അട്ടഹസിച്ച് കരഞ്ഞിട്ടില്ല. എന്റെ റസൂൽ അട്ടഹസിച്ച് പൊട്ടിച്ചിരിച്ചിട്ടില്ല. എന്റെ റസൂൽ വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്റെ റസൂൽ അഹങ്കാരത്തോടുകൂടി നടന്നിട്ടില്ല. എന്റെ റസൂൽ പൊന്നുമോളെ കല്യാണം ആഡംബരത്തോടുകൂടി നടത്തിയിട്ടില്ല. എന്റെ റസൂല് കള്ളു കുടിച്ചിട്ടില്ല. എന്റെ റസൂല് വ്യഭിചരിച്ചിട്ടില്ല. എന്റെ റസൂല് കള്ളം പറഞ്ഞിട്ടില്ല. എന്റെ റസൂല് അസഭ്യം പുലമ്പിയിട്ടില്ല. എന്റെ റസൂൽ ആവശ്യമില്ലാത്ത ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടില്ല. ആവശ്യമില്ലാത്തൊരു സംസാരം 63 കൊല്ലത്തിനിടെ ഒരൊറ്റ വാക്ക് പോലും ഒഴിഞ്ഞിട്ടില്ല. നൂറ് മുഹമ്മദേ, പരിശുദ്ധ നൂറേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിക്കണം നമ്മൾ ആ മനുഷ്യനെ, പഠിക്കണം നമ്മൾ ആ മനുഷ്യനെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഹബീബിനെ പറ്റി പറയണോ? നാളെ ആ മഹ്ശറാവൻ സഭയിൽ നിൽക്കുമ്പോ അറിയണ്ടേ റസൂലുള്ളാനെ?
കബറിൽ കിടക്കുമ്പോ തിരിയണ്ടേ റസൂലുള്ളാനെ? മരണത്തിന് തൊട്ടു മുമ്പ് സക്രാത്തിന്റെ വേളയിൽ നമ്മളൊന്ന് പറയണ്ടേ ആ റസൂലുള്ളാനെ? അങ്ങനെ പഠിക്കാനും പറയാനും പാടാനും എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ ജീവിതം എന്തിന്? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ മൗലിദിന്റെ സദസ്സുകൾ അതിങ്ങനെ പാടിപ്പോഴ്ത്തുമ്പോൾ അവിടെ ഇരിക്കണം. മദ്ഹാണത്, അത് ഖൈറാണത്. പരിശുദ്ധ റബീഉൽ അവ്വൽ വരുമ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ റസൂലുള്ളാഹിനെ പറ്റിയിട്ട് ഇങ്ങനെ പാടുന്നതും പറയുന്നതും അത് ചെയ്യുന്നതും എന്തുകൊണ്ടെന്നറിയോ? അതാ റസൂലുള്ളാഹിനെ പറ്റിയിട്ടുള്ള ചിന്തകളും ആ റസൂലുള്ളാഹിനെ പറ്റിയുള്ള അധ്യാപനങ്ങളും കൂടുതൽ നമ്മുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ അലങ്കാരങ്ങൾ. നബി തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ അതുകൊണ്ടാണ് ഈ അലങ്കാരങ്ങൾ. അപ്പൊ ചോദിക്കും, അബൂബക്കർ അത് ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചാൽ, അപ്പൊ ചോദിക്കും, ഉമർ തങ്ങളെ ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചാൽ, അബൂബക്കർ എന്താ പറഞ്ഞത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? അന്നളുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, എപ്പോഴും എനിക്ക് അങ്ങയുടെ മുഖത്തിങ്ങനെ നോക്കിയിരിക്കണം നബിയേ. എപ്പോഴും 24 hours 24 മണിക്കൂറുണ്ടെങ്കിൽ 24 മണിക്കൂർ നിങ്ങളെ മുഖത്ത് അതിനേക്കാൾ വലിയ മദ്ഹ് വേറെ ഏതുണ്ട്? വേറെ ഏതുണ്ട്? അതിനുശേഷം വന്ന സഹാബത്തൊന്നും റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞതും അറിഞ്ഞതും പഠിച്ചത് നമ്മളത് ആഴത്തിലോട്ട് ഇറങ്ങിയാൽ ഇത് തന്നെയാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എഴുതിയത്. ഇത് തന്നെയാണ് ഇമാമുന ബഹാനായ ബൂസൂരി തങ്ങൾ എഴുതിയത്. ഇത് തന്നെയാണ് ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞത്. ഇതാണ് ഇമാമുന നവവി തങ്ങൾ പറഞ്ഞത്. കിതാബുകൾ ഏറെ എമ്പാടും ഇഷ്ടം പോലെ. ജവാഹിറുൽ എന്ന് പറഞ്ഞൊരു കിതാബ് ഞാൻ ഈ അടുത്ത് എന്റെ PDF കണ്ടപ്പോൾ റസൂലുള്ളാഹിനെ പറ്റി മാത്രം 4-5 വാള്യങ്ങൾ എഴുതി വെച്ചിരിക്കുക. അത് വായിക്കണം. നമ്മൾ പഠിച്ചാ തീരൂല്ല, എഴുതിയാ തീരൂല്ല. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പറയാം. അതുകൊണ്ട് എവിടെയൊക്കെ റസൂലുള്ളാഹിനെ പറ്റി പറയോ അവിടെയൊക്കെ ആ രീതിയിലൊക്കെ ഏതൊക്കെ ചിന്തയിൽ എങ്ങനെയൊക്കെ ഹബീബിനെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ നമുക്ക് കൊണ്ടുവരാം. നാഥനായ അല്ലാഹ് നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ.